ഹലോ. ഇന്ന് ഒരു കല്യാണം കൂടിയാലോ? അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു ജഗപുകയാണേ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ പോസ്റ്റായി നിൽക്കുന്നത് എന്താണെന്നറിയോ? ഇന്നല്ല മോനും 3 മാസം കൂടുമ്പോൾ ബേബിയിൽ ഞങ്ങൾ റെഗുലർ ചെക്കപ്പിന് കൊണ്ടുപോകാറുണ്ട്. 11:30ക്കാണ് ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പക്ഷേ 11:30 ഏട്ടൻ എത്തിയിട്ടില്ല. ഞാനിത് ഏട്ടനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഏട്ടൻ്റെ വണ്ടിയുടെ ബാറ്ററി തീർന്നു പോയതുകൊണ്ടാണ് വരാൻ ലേറ്റ് ആവുന്നതെന്ന് പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലുമോൻ ഇതാ നല്ല കുപ്പായൊക്കെ ഇട്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ പപ്പ വരുന്ന ഒരു സമയം കൊണ്ട് അവൻ സൈക്കിൾ ഒട്ടി പഠിക്കാമെന്ന് പറഞ്ഞിട്ട് സൈക്കിളിന്മേൽ കയറി കുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഉണ്ണേട്ടൻ വന്ന് ഞാനും അമ്മയും അല്ലും കൂടിയാണ് കേട്ടോ പോകുന്നത്. തെച്ചിമോളെ കൂട്ടുന്നില്ല. ഒന്നാമത് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പിന്നെ ഭയങ്കര ചൂടും വെയിലൊക്കെ അല്ലേ. അപ്പോൾ തെച്ചിമോളെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂന്നാളും കൂടെ പോകുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അമ്മയും ഞങ്ങളുടെ കൂടെ പോകുന്നു. അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ചെറിയൊരു കനാലുണ്ട്. കനാലിലാണെങ്കിൽ ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് നിറയെ വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങളിതിൽ പോകുമ്പോൾ നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൂട് അധികമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്തൊരു വെയിലും ചൂടുമാണല്ലേ, പുറത്തിറങ്ങാൻ വയ്യ. ഈ മെയ് മാസം കൂടെ കഴിഞ്ഞാലെങ്കിലും ഒരു മഴ പെയ്യുമായിരിക്കും. കഴിഞ്ഞ ദിവസം ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ചൂടും വെയിലുമാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതാ ഏട്ടൻ പോയിട്ട് വണ്ടീൻ്റെ ബാറ്ററി വാട്ടറൊക്കെ വാങ്ങി വരുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല വെയിലാത്തതുകൊണ്ടാണ് കേട്ടോ ഏട്ടന് ഈ കണ്ണടയും മാസ്കും തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബേബിയിലെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് നോക്കുമ്പോൾ അവർ പറഞ്ഞു 11:30 അപ്പോയിൻമെൻറ്റിന് 12:30ക്കല്ലേ എത്തിയത്. ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റൊക്കെ ക്യാൻസൽ ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് വേറെ ടോക്കണൊക്കെ തന്ന് ഞങ്ങൾ ടോക്കണൊക്കെ എടുത്ത് ഡോക്ടറുടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞാനിതൊന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ അല്ലും വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാൻ. ഞാൻ ഈ ഗ്ലാസ് ആയതുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ തട്ടാതെ വെള്ളം പതുക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഡോക്ടറെ കാണിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ആ മെഷീനിൽ നിന്നുള്ള വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കുപ്പിയിലത്തെ വെള്ളം ഫസ്റ്റ് കുടിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ എടുത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാണിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഇനിയാണ് അടുത്ത പരിപാടി. അടുത്ത പരിപാടി എന്താ? കല്യാണത്തിന് പോകാനുണ്ട്. കല്യാണമല്ല, കല്യാണത്തലേന്ന് പറയാം. അപ്പോൾ ഞാനിതാ കല്യാണത്തിന് ഉടുക്കാൻ വെച്ച സാരിയൊക്കെയാണ് കേട്ടോ അത്. പക്ഷേ കല്യാണത്തിന് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. മക്കളാണെങ്കിൽ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതുകൊണ്ട് അല്ലുവിനും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവനും വേഗം കിടന്നുറങ്ങി. അപ്പോൾ ദാ ഈ സാരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. മക്കൾ എണീക്കുമ്പോഴത്തേക്ക് എനിക്ക് ഈ സാരിയൊക്കെ പ്ലീറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് സെറ്റാക്കി അയൺ ചെയ്ത് വെക്കണം. ഞാനിതാ ഈ പല്ലു കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പല്ലുവാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ സാരി നല്ല ഡബിൾ ബോർഡറൊക്കെ ആയിട്ട് വരുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സാരി അങ്ങനെ ഉടുക്കാറില്ല. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് സാരി ഉടുത്തും കഴിഞ്ഞ് മക്കളെയൊന്നും എടുത്ത് നടക്കാനാവില്ല. അതുകൊണ്ട് മാക്സിമം ചുരിദാർ തന്നെയാണ് എല്ലാ സ്ഥലത്തും പോകുമ്പോഴൽ. പിന്നെ എന്തോ ചെറിയൊരാഗ്രഹം ഒന്ന് സാരി ഉടുത്ത് പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതൊക്കെ കെട്ടിപ്പൂട്ടി അലമാരേൻ്റെ ഉള്ളിൽ വെക്കുന്നതാണല്ലോ, പുറത്തേക്ക് എടുക്കലേ ഇല്ലല്ലോ. അങ്ങനെ എന്താ ഞാൻ സാരിയൊക്കെ നന്നായി അയൺ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ സാരി പെട്ടെന്ന് എടുത്തെടുക്കുന്നതിലും ഇഷ്ടം അതേപോലെ നന്നായി അയൺ ചെയ്ത് നല്ല നല്ല വൃത്തിയല്ലേ കാണാൻ അങ്ങനെ സാരിയൊക്കെ എടുക്കുന്ന സമയത്ത്. ഞാൻ എത്ര മെനക്കെട്ടിട്ടാണെങ്കിലും എത്ര സമയം എടുത്തിട്ടാണെങ്കിലും ഇതേപോലെ സാരി പ്ലീറ്റ്സൊക്കെ എടുത്ത് ഫ്രണ്ടിലൊക്കെ നല്ല അയൺ ചെയ്ത് നല്ല വൃത്തിയിൽ സാരി ഉടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാലും ഇപ്പോൾ മക്കളുള്ളതുകൊണ്ട് അതിനൊന്നുള്ള സമയം കിട്ടാറില്ല. കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ സാരി. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പ്ലീറ്റ്സൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് മക്കളെ പോയി നോക്കുന്നുണ്ട്. കാരണം അവരെണീറ്റാൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. മാക്സിമം അവർ ഈ ഉറങ്ങുന്ന സമയത്ത് വേണം എനിക്കിതൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലൂനാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ അവനും കൂടെ ചെയ്യേണ്ടി വരും. ലാസ്റ്റ് സാരി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഞാൻ ഈ ഫ്രണ്ടിലത്തെ പ്ലേറ്റ്സും കൂടെ ഒന്ന് നന്നായി അയൺ ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ അയൺ ചെയ്യാൻ നന്നായിട്ട് അറിയുന്നില്ല. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ കണ്ട് അതേപോലെ നോക്കിയിട്ടാണ് ഇങ്ങനെ സാരി ബോക്സ് പ്ലീറ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ എനിക്ക് അതേപോലെ കറക്റ്റ് മടക്കി കിട്ടലൊന്നുമില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യും. എനിക്ക് കൊടുക്കാനാണല്ലോ, ആർക്കും അയൺ ചെയ്ത് കൊടുക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനിത് അയൺ ചെയ്തൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറൊരു പരിപാടി ഉണ്ട്. ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്കിതാ പെട്ടെന്ന് ഇതേപോലെ കൊടുത്ത് കഴിയും. കണ്ടില്ലേ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സാരിയല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ വീഡിയോ എടുത്തിരുന്നു. ഏട്ടൻ ചോദിക്കും ഈ എന്താ മുടി ഇങ്ങനെ ആക്കി വെച്ച്, മുടി കെട്ടുന്നില്ലെന്ന്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഏട്ടാ കഴിഞ്ഞില്ല, ഞാൻ ജസ്റ്റ് സാരി ഉടുത്തിട്ടുള്ളൂ, എനിക്ക് ഇനിയുണ്ട് ബാക്കി പുറപ്പെടാൻ വേണ്ടിയിട്ടെന്ന്.
അങ്ങനെ തന്നെ എനിക്കിനി മുടിയൊക്കെ കെട്ടി സെറ്റാവണം. ഏട്ടൻ വന്ന് സുന്ദരനാവുന്നുണ്ട് കേട്ടോ. മുടിയൊക്കെ ചീവി, അല്ലെങ്കിൽ ഗ്ലാമറല്ലേ. അത് അമ്മ റെഡിയായി നിൽക്കുന്നുണ്ട്. അല്ലുമോനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലുമോൻ പപ്പനെ നോക്കി നിൽക്കുക എന്താ ചെയ്യുന്നത്. ദച്ചുമോൾ അമ്മ നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിന് പോവാല്ലേ? അമ്മ സുന്ദരി ഉണ്ടോ? പപ്പനെ നോക്കി പറയും സുന്ദരി ഉണ്ടോന്ന്. ഇറങ്ങാൻ പോവാലൂട്ടാ ആണല്ലേ? ടാറ്റ വണ്ടിയിലല്ലേ പോന്നല്ലൂട്ടാ ദച്ചാ. ഹായ് ഗായ്സ്, ഞങ്ങള് പോവാണ്. അല്ലു നല്ല സുന്ദരനായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചെടുക്ക്. പുറപ്പെട്ടിട്ട് വീട്ടിലിരുന്ന ചെരുപ്പ് ഇട്ടിട്ടാൻ പോരുന്നേ. അല്ലു ചെരുപ്പിട്ടിട്ട് കല്യാണത്തിന് വരിക? ഇതല്ല മോന്, പുതിയ ചെരുപ്പ് എടുത്തിട്ട് വാ. അത് പോരെ, അതുമ്പോൾ വീട്ടിലിടുന്നല്ലേ. ദച്ചുമോളെ നോക്ക്. ദച്ചുമോളെ, അപ്പൊ ഞങ്ങള് ഇവിടെ എവിടേക്കാ പോകുന്നത് എന്നൊക്കെ പറയും. നമ്മള് കുന്നമംഗലത്തുള്ള ഒരു കല്യാണ വീട്ടിൽ പോവാണ്. ഇന്ന് പാർട്ടിയാണ്, നാളെ കല്യാണം. അപ്പൊ നാളെ ആർക്കും ഒഴിവില്ല. ഈ സാരി കണ്ടില്ലേ, സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ അറിയോ, ഉണ്ണിയെന്നറിയോ സാരി ഏത് സാരിയാന്ന്? സാരി ഏത് സാരിയാ എനിക്ക് ഓർമ്മയില്ല. ഇത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുള്ള പിറ്റേന്ന് നമ്മള് ചായോടി ഉണ്ടാവില്ലേ, അതിന്റെ സാരിയാണിത്. അന്ന് ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടുക്കുന്നത് ഇന്നാ. പിന്നെ ബ്ലൗസ് ഒന്നും പറ്റൂല. ഇനി ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തടിച്ചില്ലേ, അപ്പൊ സൈഡൊക്കെ ഫുൾ അയച്ച് നല്ല ലൂസാക്കി സ്റ്റിച്ച് ചെയ്ത് അങ്ങനെയാണ് സാരി ഉടുത്തത്. നാളെ എടുക്കേണ്ട സാരിയല്ലേ അത്? നാളെ ആട്ടോ കല്യാണം. ഇന്ന് കല്യാണം തലേന്ന് അറിഞ്ഞില്ലേ. നാളെ ഞങ്ങൾക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സാരി എടുക്കുന്നത് ഇന്നത്തേക്ക് മാറ്റി. എന്താ ശക്തി കല്യാണപ്പരെ പോയി തല്ലൂടാണല്ലോ അല്ലേ? അല്ലു പോയിട്ട് മോന്റെ ചെരുപ്പെടുത്ത് വരുന്നുണ്ട്. പപ്പട്ടരും ചെരുപ്പ്, പപ്പട്ടരും. അല്ലോ ഇത്ര ബിഗ് ആയിട്ട് എനിക്ക് ചെരുപ്പിടാൻ അറിയില്ല. പപ്പട്ടരണോ? അല്ലു നട്ടിക്ക് ആവൂല. കാലുമല് ചളിയാവോ? ആ പപ്പ ഒന്ന് മുടി സ്റ്റൈലാക്കല്ലോ. നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കി സ്റ്റൈലാക്ക്, ക്യാമറ നോക്കി സ്റ്റൈലാക്ക്. ഈ സ്റ്റൈലാക്കാൻ എനിക്കാരാ പഠിപ്പിച്ചെന്നേ? പപ്പ പഠിപ്പിച്ചെന്നാ? നമ്മളാരെയാ കാത്തിക്കുന്ന? ഇപ്പോ ആരെയാ കാത്തിക്കുന്നത്? ശാലിന്യമ്മ വന്നില്ലേ അല്ലേ? ശാലിന്യമ്മയും കൂടി വന്നിട്ടാണ് ഞങ്ങൾ പോവുക. ശാലിന്യമ്മയും മാമനും വണ്ടി എടുക്കാൻ പോയതല്ലേ അല്ലോട്ടാ? വണ്ടി എവിടെയാ? പാലത്താലേ നന്നാക്കാൻ കൊടുത്ത്? ആരാ പീടിയല്ല? ഷാജാറിന്റെ പീടിയയിൽ നന്നാക്കാൻ കൊടുത്താട്ടോ വണ്ടി. എന്ത് കമ്മലിപ്പോ ചെവിമത് പറിച്ചെടുക്കും തോന്നുന്നു. വെച്ച് അതമ്മന്റെ പുതിയ കമ്മലാ. അതാ ശാലിന്യമ്മ വരുന്നുണ്ട്. വണ്ടീൻ്റെ ഒച്ച വെക്കുന്നുണ്ട്. എൻ്റെ ചെവി വിടടി. അപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് വണ്ടി ഞങ്ങൾ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അല്ലൂന് അമ്മയെടുത്ത് ദച്ചുവിന് എൻ്റെ അനിയനും എടുത്ത്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ഫ്രീ ആയിന്ന്. അവർ രണ്ടുപേരും അവർ നോക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അമ്മമ്മേൻ്റെ ചേച്ചീൻ്റെ മോളെ കല്യാണം. അപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴെങ്കിലൊക്കെ ആണല്ലോ കാണൽ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നെയ്ച്ചോറും നല്ല അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അതുകൂടാതെ ദോശ, പൊറോട്ട, വെള്ളപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്ത് ചൂടാല്ലേ, കല്യാണ വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളാണെങ്കിൽ നേരെ ഒരു ഫാനിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. അൽവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനെ കിട്ടിയ സന്തോഷത്തിലാണ്. തെച്ചുവിനാണെങ്കിൽ എല്ലാവരെയും കൂടെ കണ്ടതിലുള്ളൊരു അങ്കലാപ്പാണ്. അവൾ ഫുള്ള് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും കുറേ സമയമൊക്കെ ഇരുന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 8
8 മണി 8:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നിന്നുണ്ടെങ്കിൽ മക്കൾക്ക് വാശിയൊക്കെ കൂടും. അവർക്ക് ഉറക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. തെച്ചുവാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് ഉറങ്ങിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സാരിയൊക്കെ മാറ്റാനുള്ളതുകൊണ്ട് അമ്മ അവളെ ജസ്റ്റ് സോഫയിൽ കിടത്തിയപ്പോൾ അല്ലും കൂടെ അവിടെ പോയി കിടക്കുക കേട്ടോ. തെച്ചു മോളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടല്ലോ അല്ലുവേട്ടെ. അവർ താഴോട്ടേക്ക് വീണു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ചെയറിട്ടിട്ട് അവരെയും നോക്കി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങളും ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് പിന്നെ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.